പാലക്കാട് അട്ടപ്പാടിയിൽ വീട്ടിൽ മിനി ബാർ നടത്തി സ്വയം തൊഴിൽ കണ്ടെത്തിയതായിരിക്കും. യുവതി എക്സൈസ് പിടിയിലായിരിക്കുന്നു. ആദിവാസി ഉന്നതിയിലെ 37-കാരി വസന്തയാണ് അഗളി എക്സൈസിന്റെ പിടിയിലായത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അനധികൃതമായി കുപ്പികളിൽ നിറച്ച് വിൽപ്പന നടത്തിയതാണ് നടപടി. ഇക്ബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വീട്ടിൽ അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിരുന്നോ? ഒരു മിനി ബാറിന്റെ ഒരു മോഡലിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് ആളുകൾക്ക് വരിക, അടിക്കുക, പോവുക, വരിക, അടിക്കുക, പോവുക, ഇതാണോ അവിടുത്തെ ഒരു രീതി? അരുൺകുമാർ, അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു ഡ്രൈ ലാൻഡാണ്. അവിടെ മദ്യവിൽപ്പന പാടില്ല എന്നുള്ളതാണ് നിയമം. ആ ഭാഗത്ത് ഒരു വീട്ടുമുറ്റത്ത് വെച്ച് വ്യാപകമായി മദ്യവിൽപ്പന നടത്തുന്നു എന്ന രീതിയിലുള്ള ഒരു വിവരം കഴിഞ്ഞ ദിവസമാണ് അഗളി എക്സൈസ് ഓഫീസിലുള്ള ഇൻസ്പെക്ടറായിട്ടുള്ള മുഹമ്മദ് ഇഖ്ലാസിന് ലഭിക്കുന്നത്. പിന്നാലെ തന്നെ ചില ഉദ്യോഗസ്ഥരെ മഫ്തിയിൽ അങ്ങോട്ട് അയക്കുന്നു. അങ്ങനെ ഈ പാടവയിൽ ആദിവാസി ഉന്നതിയിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ താമസിക്കുന്ന വസന്ത എന്ന് പറയുന്ന 37 വയസ്സുകാരി വീട്ടുമുറ്റത്ത് തന്നെ അവർ ഈ മദ്യവിൽപ്പന നടത്തുന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ഉടൻ തന്നെ എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് വിവരം അറിയിക്കുന്നു. ഉദ്യോഗസ്ഥരെത്തി യുവതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നാലെ നടത്തിയ പരിശോധനയിൽ ഈ കുപ്പികളിലാക്കി ഇവർ ഈ വ്യാപകമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തുകയായിരുന്നു എന്നുള്ളത് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ഇവരുടെ അറസ്റ്റ് നടപടികൾ നടത്തിയിട്ടുണ്ട്. ഡ്രൈലാൻഡാണ്. ആ ഡ്രൈലാൻഡിൽ വെച്ചാണ് വ്യാപകമായി ഇത്തരത്തിൽ അനധികൃതമായി മദ്യവിൽപ്പന ഈ യുവതിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അബ്കാരി നിയമപ്രകാരമാണ് ഇപ്പോൾ യുവതിക്കെതിരെ എക്സൈസ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഇനി വ്യാപകമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തുമെന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. എന്തായാലേ 37 വയസ്സാണ് ഈ വസന്തയുടെ പ്രായം. അനധികൃതമായിട്ട് കുപ്പികളിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിറച്ച് വീട്ടി വെച്ചു. എന്നിട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തിയത് വിൽപ്പന നടത്തി. ഡ്രൈലാൻഡാണ് അഗളി അട്ടപ്പാടി. ആ മേഖലയിൽ മദ്യവിൽപ്പന പാടില്ല. എന്നിട്ടും അവിടെ 37 വയസ്സുള്ള ഈ വസന്തയെ പരിപാടി ചെയ്തു. നല്ല കാര്യം ഉണ്ടായിരുന്നു വസന്ത. ഇനിയിപ്പോൾ കുറച്ചു കാലം വസന്തകാലം ജയിലിനകത്താവാം.